ബിഗ് ബോസ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8-ന്റെ പ്രീ ഷോയായ അഗ്നിപരീക്ഷയുടെ പുതിയ പ്രൊമോ പുറത്തിറങ്ങിയതോടെ ബിഗ് ബോസ് മലയാളം സീസൺ 8-ന്റെ പ്രീ ഷോയ്ക്ക് ആരംഭമാകുന്നു. ഓഗസ്റ്റ് 15 മുതൽ അഗ്നിപരീക്ഷ ആരംഭിക്കും. ഔദ്യോഗിക വിവരം പങ്കുവച്ച് കൗണ്ട് ഡൗൺ പോസ്റ്ററും ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. കോമണർ മത്സരാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഷോയാണ് അഗ്നിപരീക്ഷ. ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന 40 സാധാരണക്കാരാണ് അഗ്നിപരീക്ഷയിൽ മാറ്റുരയ്ക്കുക. 21 എപ്പിസോഡുകളിലായി സംപ്രേഷണം ചെയ്യുന്ന ഷോയിൽ പ്രേക്ഷകർക്കും വോട്ടിലൂടെ മത്സരാർത്ഥികളെ പിന്തുണയ്ക്കാൻ അവസരമുണ്ടാകും. നിശ്ചിത ദിവസങ്ങൾ മാത്രമാകും ഷോ ഉണ്ടാകുക. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 3 അതിലധികമോ പേർ ബിഗ് ബോസ് മലയാളം സീസൺ 8-ൽ മത്സരാർത്ഥികളായി എത്തും. മുൻ ബിഗ് ബോസ് വിജയി അഖിൽ മാരാർ, മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും അവതാരകയുമായ രഞ്ജിനി ഹരിദാസ്, മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി റിയാസ് സലീം എന്നിവരാണ് അഗ്നിപരീക്ഷയുടെ ജഡ്ജിമാർ. ഏറ്റവും കൂടുതൽ കോമണർ മത്സരാർത്ഥികൾ പങ്കെടുക്കാൻ പോകുന്ന ഒരു സീസൺ ആയിരിക്കും മലയാളം ബിഗ് ബോസ് സീസൺ 8. അഗ്നിപരീക്ഷ ഒരു സ്പിൻ ഓഫ് മാത്രമാണ്. പ്രധാന സീസണിന് മുൻപ് നിശ്ചിത എപ്പിസോഡുള്ള ചെറിയൊരു സീസൺ ഉണ്ടാവും. ഇതിൽ പങ്കെടുക്കുന്നവർ എല്ലാം കോമണർ മത്സരാർത്ഥികളാണ്. അപേക്ഷകർ നൽകുന്ന വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒടുവിൽ 50 അല്ലെങ്കിൽ 45 പേരാണ് അഗ്നിപരീക്ഷയിൽ ഉണ്ടാവുക. ഇവർ ഷോയിൽ മാറ്റുരയ്ക്കും. ഇവർക്ക് ഓഡിയൻസ് വോട്ടും ഉണ്ടായിരിക്കും. തെലുങ്കിൽ 6 പേരെയാണ് മെയിൻ സീസണിലേക്ക് നേരിട്ട് തിരഞ്ഞെടുത്തത്. ഓഗസ്റ്റ് 15 മുതൽ അഗ്നിപരീക്ഷ ഏഷ്യാനെറ്റിലും ജിയോ ഹോട്ട്സ്റ്റാറിലും സംപ്രേഷണം ചെയ്യും. വരാൻ പോകുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8-ലെ കോമണർ മത്സരാർത്ഥികൾക്ക് ആശംസകളുമായി അനീഷ് തറയിലും എത്തിയിട്ടുണ്ട്. സീസൺ 7-ലെ കോമണർ മത്സരാർത്ഥി എന്ന ലേബലിലെത്തിയ അനീഷ് ഫസ്റ്റ് റണ്ണറപ്പായാണ് ഷോയിൽ നിന്നും പുറത്തു വന്നത്. അനീഷിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബിഗ് ബോസ് ഷോയിലൂടെ ജീവിതം തന്നെ മാറിമറിഞ്ഞ വ്യക്തി എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ആ ഷോയ്ക്ക് ശേഷം എവിടെ പോയാലും തിരിച്ചറിയപ്പെടുകയും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കിട്ടിയ അവസരത്തിന്റെ മഹിമ ഈ ഉള്ളവൻ മനസ്സിലാക്കുന്നു. ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്ന തലമുറ വരെ ഉള്ളവരുടെ മനസ്സിൽ കയറുക എന്നത് ഒരിക്കലും ചെറിയ കാര്യമല്ല. ആ തിരിച്ചറിവ് എല്ലായ്പ്പോഴും എനിക്കുണ്ട്. സുപ്രഭാതം എന്ന വാക്ക് ട്രെൻഡിങ് ആയതിൽ എൻ്റെ ഉള്ളിലെ എഴുത്തുകാരൻ ഏറെ സന്തോഷിക്കുന്നു. റിയാലിറ്റി ഷോ കഴിഞ്ഞ് നിരവധി പരസ്യങ്ങളുടെയും പ്രോഗ്രാമുകളുടെയും ഉദ്ഘാടനങ്ങളുടെയും ഭാഗമാവാനും കോളേജ്, സ്കൂൾ തുടങ്ങി അനേകം സ്ഥലങ്ങളിൽ ഗസ്റ്റായി പോവാനും സാധിച്ചു. ഏഷ്യാനെറ്റിന്റെയും ഭാഗമായി. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിന് പോസിറ്റീവ് ഗതിവേഗം കൈവന്നു. ബിഗ് ബോസിന് ശേഷം നിരവധി പുരസ്കാരങ്ങളും അവാർഡുകളും കിട്ടിയതിലും അഭിമാനമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് പുരസ്കാരം ലഭിച്ച നിമിഷം അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും ഫോൺ കോളുകൾ തേടിയെത്തി. സോഷ്യൽ മീഡിയയിൽ അനീഷേട്ടൻ ട്രെൻഡിംഗ് ആയി. എന്റെ ഡയലോഗുകൾ ആളുകൾ റീലുകളാക്കി. റീലുകൾ വൈറലായി. ശബ്ദം മിമിക്രിക്കാർ സ്റ്റേജ് ഷോകളിൽ അനുകരിച്ചു. സിനിമാ മേഖലയിലും ടെലിവിഷൻ മേഖലയിലുമുള്ള നിരവധി പേർ വിളിച്ച് അഭിനന്ദിച്ചപ്പോൾ ശരിക്കും ഞെട്ടലുണ്ടായി. ഒരുപാട് പ്രഗത്ഭരുമായി കോണ്ടാക്ട് വെക്കാനും സാധിച്ചു. നല്ല സൗഹൃദങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ക്യാഷ് പ്രൈസ് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. മൈജി ഗൃഹോപകരണങ്ങൾ തന്നു. 2ാമത്തെ പുസ്തകം കതിരാളനും ആദ്യ പുസ്തകം എൻ നേരം തുഴങ്ങിനും ഒരുപാട് വായനക്കാരുണ്ടായി. മലയാളികളുടെ സ്വീകരണ മുറിയിൽ അനീഷ് തറയിലിനെ എത്തിച്ച ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഈ അവസരത്തിൽ കുടുംബത്തിന്റെ സപ്പോർട്ടും എന്നെ സ്നേഹിക്കുന്നവരുടെ സപ്പോർട്ടും ഭാഗമായി കരുതുന്നു. ഷോയിൽ കൂടുതൽ കോമണർ മത്സരാർത്ഥികൾ വരണമെന്ന നിലപാടെടുത്ത വ്യക്തിയാണ് ഞാൻ. അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. ബിഗ് ബോസിൽ എത്തുന്നതിനു വേണ്ടിയുള്ള അഗ്നിപരീക്ഷയ്ക്ക് തയ്യാറാവുന്ന കോമണർ മത്സരാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് സത്യസന്ധമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് ആർക്കും നിങ്ങളെ പിന്തിരിപ്പിക്കാനാവില്ല. വിശ്വസിക്കുക. അവനവനിൽ അടിയുറച്ച് വിശ്വസിക്കുക. ഇന്ന് സ്നേഹത്തോടെ സ്വന്തം അനീഷ് തറയിൽ.